അപ്പോൾ നമ്മുടെ ആമ്പിൻ്റെ ബോർഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം പിന്നെ 2 ട്രാൻസിസ്റ്റർ വെച്ചിട്ട് 2 ചാനൽ അത് ബ്രിഡ്ജ് ചെയ്യാനുള്ള സർക്യൂട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉപയോഗത്തിന് വേണ്ടിയാണ് നിലവിൽ ഞാൻ ചെയ്തേക്കുന്നത്. ഇപ്പം എനിക്ക് നിലവിൽ ആമ്പിരിപ്പുണ്ട്, അപ്പോൾ അതിനകത്ത് മാറ്റി ഒന്ന് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ എന്നാലും നമുക്ക് അതിനകത്ത് കണക്ട് ചെയ്തിട്ട് ഇത് വർക്കിങ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നിലവിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന നിലവിൽ ഇതായിരുന്നു. ഇപ്പം 4 ട്രാൻസിസ്റ്റർ വരുന്നത് അതിനകത്ത് ഞാൻ 2 കൂടെ അഡീഷണൽ പാരലൽ ചെയ്താണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത് മാറ്റിയിട്ട് വേറെ കണക്ട് ചെയ്യാൻ ഇത് കേട്ട് മടുത്തു. അപ്പോൾ പിന്നെ ഇത് മാറ്റിയിട്ട് വേറെ വെച്ചേക്കാൻ ഓർത്തു. അപ്പോൾ ഇത് നിലവിലിനകത്ത് ഊരി മാറ്റിയിട്ടുണ്ട്. പിന്നെ കണക്ട് ചെയ്യാം. വയറ് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഹീറ്റ് സിങ്ക് ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഉറപ്പിച്ചൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് ആ രീതിക്ക് നോക്കി ബോർഡിൻ്റെ ഹൈറ്റ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം വെക്കാൻ വേണ്ടി. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റ് കൂടുതലുണ്ട്, അപ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എന്തായാലും ബാക്കിയെല്ലാം കണക്ട് ചെയ്തിട്ട് വർക്കിങ് നോക്കാം. ആമ്പ് പിന്നെ ബോർഡെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് സ്പീക്കർ പ്രൊട്ടക്ഷൻ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും മാറ്റുന്നില്ല. നിലവിൽ ആമ്പിൻ്റെ ബോർഡ് മാത്രം ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഇത് കഴിഞ്ഞ ദിവസം ഒരു സർക്യൂട്ട് കണ്ടപ്പോഴത്തേക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങ് പിന്നെ അങ്ങ് സെറ്റ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും പിന്നെ ഇച്ചിരി സെറ്റപ്പായിട്ടുള്ള വീഡിയോ ചെയ്യാം. പിന്നെ ബോക്സിൽ വർക്ക് ചെയ്യിക്കുന്നത്. അപ്പം നിലവിൽ ഇപ്പം ഞാൻ ജസ്റ്റ് ഓണാക്കിയിട്ട് ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് കാണിക്കാം. അപ്പം ബോക്സിൻ്റെ വീഡിയോ നിലവിൽ ചെയ്യാനുണ്ട്. അപ്പം ബോക്സ് പിന്നെ 12 ഇഞ്ച് ബാൻഡ് പാസ് ചെയ്തതിന് ശേഷം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ വീഡിയോ ചെയ്യുന്ന കൂടുതൽ ആമ്പിൻ്റെ വർക്കിംഗ് കൂടെ ശരിക്കും കാണിക്കാം. അപ്പം ജസ്റ്റ് പവർ ഓണാക്കി വർക്ക് ചെയ്യിക്കാം. സബ് ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പം ചെറിയ സബ്ബെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ അത് അടിച്ചും പറിച്ചു പോവുകയും ചെയ്യും. പത്തിഞ്ഞിട്ട് അതിൻ്റെ ഒരു സബ്ബാണ്, 8 ohms കണക്ട് ചെയ്യാൻ പറ്റുന്ന സബ്ബാണ്. ആമ്പ് ചൂടായി വരുന്നുള്ളൂ. ആമ്പ് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ചൂടാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഫാൻ ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. അങ്ങനെയാണ് നിലവിൽ തെറ്റി വെച്ചേക്കുന്നത്. ഇപ്പം ഫാൻ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. ഹീറ്റ് സിങ്ക് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ബോക്സിനകത്ത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പിന്നെ ഗൂഗിളിൽ കാണുന്ന സർക്യൂട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റും. ആദ്യമേ ടെസ്റ്റ് അടിച്ചൊന്ന് വർക്ക് ചെയ്ത് നോക്കുക. നന്നായിട്ട് ചെയ്യുന്നതിനപ്പുറം ആദ്യമേ ടെസ്റ്റ് അടിച്ച് ഓക്കെ ആണോ എല്ലാം നോക്കിയതിന് ശേഷം നന്നായിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യമേ ടെസ്റ്റ് അടിച്ചായിരുന്നു. ടെസ്റ്റ് അടിച്ചപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോഴാണ് ഞാൻ സ്റ്റീരിയോ ബോർഡ് സെപ്പറേറ്റ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. ചെയ്തിട്ട് അത് ബ്രിഡ്ജ് ആയിട്ട് ഉപയോഗിക്കാം. വേണമെങ്കിൽ 2 സബ്ബായിട്ട് ഉപയോഗിക്കാം. 2 രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. സാറ് നമ്മളിപ്പം ഒരു ബോർഡ് വാങ്ങിച്ച് ഇപ്പോൾ ബ്രിഡ്ജ് ചെയ്തേക്കും ഒരു ബോർഡ് മേടിച്ച് കഴിഞ്ഞാൽ അത് റെസിസ്റ്റഡ് ബ്രിഡ്ജ് ചെയ്തേക്കുമായിരിക്കും. അപ്പം ഒരേ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. ബ്രിഡ്ജ് ചെയ്ത് ഉപയോഗിക്കാം, നോർമലായിട്ട് ഉപയോഗിക്കാം. സ്പീക്കർ കണക്ടറിനകത്ത് സെപ്പറേറ്റ് 2 സബ്ബായിട്ട് ഉപയോഗിക്കാം, ഒരെണ്ണമായിട്ട് ഉപയോഗിക്കാം. ഹീറ്റിന് അത്യാവശ്യം ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഫാൻ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം അടുത്തൊരു വീഡിയോ കാണാം.